കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഫോർ MPH005 ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മുടെ MSc ഫിസിക്സിലെ ഫസ്റ്റ് സെമസ്റ്ററിലുള്ള പേപ്പറാണ്. അതിന് 5 ബ്ലോക്സ് ആണുള്ളത്. അപ്പൊ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. സോ ആസ് യു ഓൾ നോ, ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. എന്തൊക്കെ ബ്ലോക്സ് ആണുള്ളത്, അതിൽ ഏതൊക്കെ ബ്ലോക്സ് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഏതൊക്കെ സബ് ടോപ്പിക്സിനാണ് ഹിസ്റ്റോറിക്കലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും സിലബസ് മാപ്പിംഗിൽ നോക്കുന്നുണ്ടാവുക. ദെൻ വിൽ മൂവ് ഓൺ ടു എക്സാം പാറ്റേൺ അനാലിസിസ്. എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നത്, അതിന് ഓരോന്നിനുള്ള വെയിറ്റേജ് കാര്യങ്ങളൊക്കെ ആയിരിക്കും എക്സാം പാറ്റേൺ അനാലിസിസിൽ നോക്കുന്നുണ്ടാവുക. ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, അതായത് ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഏത് ക്വസ്റ്റ്യൻസ് ആണ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏതൊക്കെ പാറ്റേണിലാണ് കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ ആയിരിക്കും റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂവിൽ ചെയ്യുന്നുണ്ടാവുക. ദെൻ വിൽ ഗോ ഫോർ ദ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. അതിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ ടേബിൾ വരുന്നുണ്ടാവില്ല സിലബസ് മാപ്പിങ്ങിന്റെ, അതുമായിട്ട് കമ്പാരബിൾ ആയിട്ട് ഇനി ഒരു ഇതിലേക്ക്, അതായത് നമ്മുടെ ഈ ഡിസംബർ എക്സാമിലേക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആയിരിക്കും ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത് എന്നുള്ള രീതിയിലുള്ള അനാലിസിസ് ആയിരിക്കും ടോപ്പിക് പ്രോബബിലിറ്റിയിൽ ചെയ്യുന്നുണ്ടാവുക. ദെൻ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ, അതായത് നമ്മുടെ ഒരു ഫുൾ ലെങ്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്യും, അതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഓരോ ബ്ലോക്ക് വെച്ച് നോക്കാം. അതിൽ പാർട്ട് 1 എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്നതാണ്. അപ്പൊ അതിൽ പവർ ഡയോഡ് ആൻഡ് റിക്കവറി എന്ന് പറയുന്നത് ആക്ച്വലി പവർ ഡയോഡിന്റെ ഒരു ടോപ്പിക് അല്ലെങ്കിൽ അതിന്റെ റിക്കവറി സ്റ്റേറ്റസ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് മീഡിയം റെലവൻസ് ആണ്. റെലവൻസ് വിടൂ, അപ്പിയറൻസ് നോക്കുമ്പോഴത്തേക്കും 6 തവണയാണ് അത് അപ്പിയർ ചെയ്ത് കണ്ടിരിക്കുന്നത്. അതായത് പവർ ഡയോഡിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ റിക്കവറി പാറ്റേണും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ പാർട്ട് 1 ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് ഡിവൈസസിനെ പറ്റി പരിചയപ്പെടില്ല, ആ ഒരു സെഷനിൽ വന്നിട്ടുള്ളതാണ് ഈ പവർ ഡയോഡ് അല്ലെങ്കിൽ റിക്കവറി. പിന്നെ UJT, SCR ബേസിക്സ്, പിന്നെ LED, ലേസർ ഡയോഡ് എന്നൊക്കെ പറയുന്നത് പവർ ഡയോഡിന്റെ അത്രയും ഇമ്പോർട്ടൻസ് ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഡയോഡ്സ് 3 പ്രാവശ്യമൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും ലോ പ്രോബബിലിറ്റിയിലാണ് കാണിക്കുന്നത്. സോളാർ സെൽ ആയാലും എഫിഷ്യൻസി ആയാലും വരാക്ടർ ആയാലും ഫോട്ടോ ഡയോഡ് ആയാലും പിൻ ഡയോഡ് ആയാലും എല്ലാം ലോ പ്രോബബിലിറ്റി ആണ് കാണിക്കുന്നത്. പക്ഷെ 3 തവണ 4 തവണയൊക്കെ അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിലെ ആ ഒരു പോർഷനും അല്ലെങ്കിൽ ഹാർട്ട്ലി ആൻഡ് കോൾപിറ്റ് ഓസിലേറ്റർ, അതായത് ഇലക്ട്രോണിക് ഡിവൈസസിനെ പറ്റിയിട്ടുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇതിനകത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നോക്കി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാത്തിനും ഒരു പ്രാവശ്യമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ആസ് എ ഹോൾ നമ്മൾ ആ ഒരു പാർട്ട് എടുത്ത് നോക്കുമ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. പിന്നെ ഇതിൽ നിന്നൊരു ഡിഫറൻഷിയേറ്റ് ചെയ്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് PLL, അതിന്റെ ലോക്ക് ആൻഡ് ക്യാപ്ചർ എന്ന് പറയുന്ന ആ ഒരു പവർ സപ്ലൈയുടെ സ്പെഷ്യൽ സർക്യൂട്ട്സിന്റെ പാർട്ട് 4 വരുന്നതിനാണ് പിന്നെ മീഡിയം പ്രോബബിലിറ്റി, അതായത് 7 തവണയൊക്കെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഡാറ്റ കൺവേർഷൻ, DAC ടു ADC കൺവേർഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ലീനിയർ റെഗുലേറ്റേഴ്സ്, മൾട്ടി വൈബ്രേറ്റേഴ്സ്, കറന്റ് ലിമിറ്റ്, ഫീഡ് ബാക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ വരുന്നത്. പിന്നെ മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ബേസിക്സ് മനസ്സിലാക്കുക എന്നുള്ളത്, അതിന്റെ കോഡിങ് മനസ്സിലാക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതാനും എടുക്കാനൊക്കെ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത്രയും ടോപ്പിക്സും കാര്യങ്ങളാണ് വരുന്നത്. ടോട്ടലി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട് 4 പവർ സപ്ലൈ ആൻഡ് സ്പെഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നതിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. പിന്നെ ഇലക്ട്രോണിക് ഡിവൈസസിന്, പിന്നെ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ,
അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ. അങ്ങനെയാണ് അതിന്റെ ഒരു പാറ്റേൺ, ആ ഒരു ഡിക്ലൈനിങ് പാറ്റേൺ അങ്ങനെയാണ് കാണുന്നത്. അതായത് ജൂൺ 2024, ഡിസംബർ 2024, ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിരിക്കും. 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിരിക്കുന്ന ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അങ്ങനെയായിട്ടാണ് നമുക്ക് കണ്ടിരിക്കുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾക്കറിയാം, ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിന് നിങ്ങൾക്ക് മെറ്റീരിയൽ സപ്പോർട്ട് ഇല്ല, അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല. MPTEL ലെക്ചേഴ്സ് ആണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ലേൺ വൈസിലാകുമ്പോഴത്തേന് നിങ്ങൾക്ക് ഓൾറെഡി റെക്കോർഡഡ് വീഡിയോസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ അല്ലാതെയുള്ള മെറ്റീരിയൽ സപ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പം ഈ ഒരു ടേബിളിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ ടോപ്പിക്സ് ഇല്ലേ, ഈ എല്ലാ ടോപ്പിക്കും നിങ്ങൾ ഓരോ ഒരു 5 മാർക്കിന്റെ എസ് ആയിട്ട് പഠിച്ചാലും വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, ആ ഒരു ടോപ്പിക് അനുസരിച്ചിട്ട് നോക്കിയിട്ട്. കാരണം ടെക്സ്റ്റ് ബുക്കിന്റെ ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള ഒരു ഡ്രോബാക്ക് ഇതിന് വരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു ടഫ് ഒന്നുമല്ല. ഇലക്ട്രോണിക്സിന് എന്തുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ, ഈ ഓരോ ടോപ്പിക്സും പല പല ടെക്സ്റ്റ് ബുക്സിൽ നിന്ന് ഇങ്ങനെ, അതായത് ഇപ്പൊ ഒരെണ്ണത്തിൽ തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നത് കൊണ്ടായിരിക്കാം ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഫെസിലിറ്റി ഇതിനില്ലാതെ പോയത്. പിന്നെ ഇത് ഹീറ്റ് മാപ്പ് ആണ്. ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇപ്പൊ ആപ്പിനകത്ത് നോക്കുമ്പോഴത്തേക്കും, നിങ്ങൾക്ക് സൂം ചെയ്തൊക്കെ നോക്കുമ്പോഴത്തേക്കും ഓരോ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഹീറ്റ് മാപ്പ് വഴി മനസ്സിലാക്കാൻ പറ്റും. അതൊരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഹൈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ്? മൈക്രോ പ്രൊസസർ, മൈക്രോ കൺട്രോളർ. ഏതാണ് അതിന്റെ ഡെഫിനിഷനും ആർക്കിടെക്ചറും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കിടെക്ചർ പഠിച്ചാൽ തന്നെ അതിന്റെ ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാം ആണ്. പ്രോഗ്രാം പഠിക്കാനായിട്ടുള്ള സ്കില്ല് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദ പ്രോഗ്രാം. അത് നല്ലതാണ്. 8086ഉം 8085 ഒക്കെ ഉള്ള പ്രോഗ്രാംസിന്റെ ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ പവർ ഡയോഡിന്റെ സ്ട്രക്ചർ, റിക്കവറി, ഓൺ ഓഫ്, ഇതൊക്കെ ഓൾമോസ്റ്റ് പല ടൈപ്പ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഫേസ് ലോക്ക് ലൂപ്പ്, PLL, അതിന്റെ ഫണ്ടമെന്റൽസും ലോ ക്യാപ്ചറിന്റെ റേഞ്ചും റെക്കറും ഒക്കെയാണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഈ എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ത്രൂ ഔട്ട് വരുന്ന ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കവറി എന്ന് പറയുമ്പോൾ ഡിറ്റക്ട്, എക്സ്പ്ലെയിൻ, ഡ്രോ, ഡിസൈൻ, കാൽക്കുലേറ്റ്, പ്രോഗ്രാം, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഓട്ടോ ടാഗ്ഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടാവുക. അപ്പൊ അതിനൊക്കെ ടിപ്പിക്കലി പറയുമ്പോഴത്തേക്കും ഒരു 5 മാർക്ക്, 3+2 അല്ലെങ്കിൽ 5 മാർക്ക് ആയിരിക്കും പൊതുവെ വരുന്നത്. വേർഡ് കൗണ്ടിനേക്കാളും നിങ്ങൾ ആ ഡിസൈൻ വരയ്ക്കുന്നതിനും ആ ഡിസൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾക്കൊരു സെറ്റ് ഓഫ് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ് ഇങ്ങനൊരു AC ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ലാബ് പ്രാക്ടിക്കലിനൊക്കെ ഡിസൈനിങ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത്. പിന്നെ എസ് അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോർമലി ചോദിക്കുന്നത് പോലെ തന്നെ പ്രിൻസിപ്പൽസും ഇക്വേഷൻസും ലേബിളുടെ ഡയഗ്രം ഒക്കെ വെച്ചിട്ടായിരിക്കും. അത് 5 മാർക്കിന്റെ ആയിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ 6 മാർക്കിനോ അല്ലെങ്കിൽ ആ ഒരു വേർഡ് ലിമിറ്റിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സർക്യൂട്ട് ഡിസൈൻ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് വാല്യൂസ്, ഇപ്പൊ റെസിസ്റ്റൻസിന്റെ കപ്പാസിറ്ററിന്റെ ഒക്കെ വാല്യൂസ് തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഓരോ ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് പറയുന്ന ചാൻസ് ഉണ്ട്. ചില ബയാസിൻസ്, ചില റേഞ്ചിലുള്ള ഇത് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഡിസൈനിങ്ങിനൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ലബോറട്ടറി സ്കിൽസിനാണ്, അതായത് എക്സ്പെരിമെന്റൽ സ്കിൽസിനാണ് കൂടുതൽ അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ജനറൽ തിയറി ആയിട്ടുള്ള എന്താണ് മൈക്രോ പ്രൊസസർ, മൈക്രോ കൺട്രോളറിലൊക്കെ വരുന്ന ജനറൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അത് മെയിൻലി നിങ്ങൾക്ക് ചിലപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസിൽ നോക്കാൻ പറ്റും. ഓരോ ഡിവൈസസ് പഠിക്കുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ ഡെഫിനിഷൻസ്, എക്സ്പ്ലനേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ക്രിസ്പ് ആയിട്ടുള്ള ഒരു മിനിയേച്ചർ ഡയഗ്രാം കൂടെ വരച്ചാൽ നല്ലതാണ് കേട്ടോ. അത് കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിരിക്കും. നിങ്ങളുടെ പേപ്പർ പ്രസന്റേഷനും അത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ദെൻ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ്, ഇതിന്ന് ഒരുപാട് ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് എക്സ്പെക്ട് ചെയ്യണ്ട. ഡയറക്ട്ലി ഈ ഡിസൈനിങ് വരുന്നത് തന്നെയായിരിക്കും. പിന്നെ അല്ലാതെ ചിലപ്പോൾ കൺവേർഷൻസോ യൂണിറ്റ്സോ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതും ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ടെർമിനൽ എൻഡിലെ ക്വസ്റ്റ്യൻസും എക്സാമ്പിൾ പ്രോബ്ലംസും ഒക്കെ തന്നെ ചെയ്തു നോക്കിയാൽ മതിയായിരിക്കും. നമ്മുടെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ഇലക്ട്രോണിക്സിന്റെ ആ ഒരു ഏരിയക്കകത്തുനിന്ന് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് EST നല്ലപോലെ റെഫർ ചെയ്തിട്ട് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോ ഇതാണ് പാർട്ട് വൈസ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മുടെ പാർട്ട് 1 ഇലക്ട്രോണിക് ഡിവൈസസ് 23.8%, അതായത് അറൌണ്ട് 24% മാർക്കാണ്. പിന്നെ ഇലക്ട്രോണിക് ഡിവൈസസിന് 25%-അടുത്ത്
ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് എന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. കാരണം ക്വസ്റ്റ്യന്റെ വെയിറ്റേജ് കൂടുതലാണല്ലോ. അതുകൊണ്ട് തന്നെ ഒപ്പാമ്പിൽ നിന്ന് കൂടുതൽ വെയിറ്റേജോടുകൂടെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ പവർ സപ്ലൈ ആൻഡ് സ്പെഷ്യൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് 14, മൈക്രോ പ്രൊസസർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് 7.8. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എടുത്ത എക്സാം സ്പെഷ്യൽ സെഷനിൽ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് കുറച്ച് ടോപ്പിക്സ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നോക്കിയാൽ കുറച്ചും കൂടെ നല്ലതാണ്. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്ത ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിനെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഇത് നമ്മുടെ ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ്. എങ്ങനെയാണ് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അതിന്റെ ഒരു പാറ്റേൺ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ അതിന്റെ ഫുഡ് നോട്ട്സും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ പ്രിപ്പറേഷൻ ടെക്നിക്സ് എങ്ങനെയാണ്? ലോങ് ആൻസർ ഇതിലെ പ്രിപ്പറേഷൻ ടെക്നിക്സ് നമുക്ക് ജനറൽ പ്രിപ്പറേഷൻ ടെക്നിക്സ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ടൈമിന് അനുസരിച്ചിട്ട് എഴുതാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ ടേബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ജസ്റ്റ് നിങ്ങൾ ഇതിൽ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. അറ്റ്ലീസ്റ്റ് നമുക്ക് അത്രയെങ്കിലും എഴുതാനായിട്ട് പറ്റില്ല. പിന്നെ ന്യൂമറിക്കൽസിന് ഈ പറഞ്ഞതുപോലെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്ന് ന്യൂമറിക്കൽസ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. സർക്യൂട്ട് ഡിസൈനും സ്കെച്ചും ഉള്ളത് കാരണം ഒരുപാട് ന്യൂമറിക്കൽസ് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ചിലപ്പം ഈ കൺവേർഷൻ, ഈ VCC, നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ ബയസ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കൺവേർഷനോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് കാണുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൂടായികയൊന്നുമില്ല അതിനകത്ത്. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടോപ്പ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? പവർ ഡയോഡിന്റെ സ്വിച്ചിങ്, റിക്കവറി ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് നോർമൽ ഡയോഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കോൺട്രാസ്റ്റ് ചെയ്യുന്നത്, PLLന്റെ ബേസിക് വിത്ത് ബ്ലോക്ക് ഡയഗ്രാം, ഒരു ബേസിക് ഓപ്പറേഷന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്, അത് ചോദിക്കാറുണ്ട്. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, അസ്റ്റേബിള്, മോണോസ്റ്റേബിള്, ബൈസ്റ്റേബിള്, മൾട്ടി വൈബ്രേറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലാബിൽ ചിലപ്പോൾ ചെയ്യാനായിട്ടുണ്ടാവും. പല സ്റ്റഡി സെന്റേഴ്സിലും ചിലവർ ചെയ്യിപ്പിക്കും, ചിലവർ ചെയ്യിപ്പിക്കില്ല. ബട്ട് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കൊണ്ട് നിങ്ങൾ ഇതിപ്പോ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലിനും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ പഠിക്കാം. പിന്നെ ആംപ്ലിഫയർ ഫ്രീക്വൻസി റെസ്പോൺസ് ഫോർ ഹൈ ഫ്രീക്വൻസി 6 dB ഒക്കെ വരുന്ന ഒരു ഒക്ടേവിന്റെ റീസണിങ്, RC കപ്പിൾഡ്, പിന്നെ CE ആംപ്ലിഫയറിന്റെ പല പല രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. CE ആംപ്ലിഫയറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഇത് ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ RC കപ്പിൾഡ് ഓസിലേറ്റേഴ്സും ചോദിക്കാറുണ്ട്. ഇത് കണ്ടോ, RC കപ്പിൾഡ് LC ഓസിലേറ്റേഴ്സ്, ഹാർട്ട്ലി വീൻ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടുള്ള ഇത്. അത് ആ സർക്യൂട്ട് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ ലീനിയർ റെഗുലേറ്റേഴ്സ്, സെനർ ഷണ്ട് വോൾട്ടേജ് സീരീസിലാവുമ്പോഴത്തേക്കും അതിന്റെ വർക്കിംഗ് എങ്ങനെ, ലിമിറ്റ് എങ്ങനെ, കോൺസ്റ്റന്റ് കറന്റ്, ഫോൾ ബാക്ക് ഒക്കെ എങ്ങനെയാണെന്ന്. പിന്നെ SNR ഇംപ്രൂവ്മെന്റ് ടെക്നിക്സ്, ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെ ബോത്ത് ടെക്നിക്സ് എങ്ങനെയാണെന്ന്. UJT ഡിവൈസ് ഓർ റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ്, സോ2 ജനറേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ മൈക്രോ പ്രൊസസർ 8085ഉം 8051ന്റെയും ഇതിന്റെ ആർക്കിടെക്ചർ ആൻഡ് രജിസ്റ്റേഴ്സ് ആണ് ചോദിച്ച് പൊതുവെ കണ്ടിരിക്കുന്നത്. മൈക്രോ സിസ്റ്റത്തിന്റെ 8085ഉം 86 നിങ്ങൾക്ക് പഠിക്കാനല്ല തോന്നുന്നു. 8085ഉം 8051ന്റെ ആർക്കിടെക്ചറും അതിന്റെ രജിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ഫ്രീക്വൻസി ടേബിൾ എങ്ങനെയാണ്, അതിന് ആവറേജ് എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മിക്കതും കണ്ടോ 5 മാർക്ക് 5 മാർക്ക് 5 മാർക്ക് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ കൗണ്ട് ഇതിനകത്ത് കുറവാണ്. കാരണം എന്താന്ന് വെച്ചാൽ പല ഏരിയയിൽ നിന്നും ഒരുപാട് സ്കോപ്പുള്ള ഒരു സംഗതിയാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതർ ക്വസ്റ്റ്യൻസിന് ചാൻസസ് കൂടുതലാണ്. പക്ഷെ നിങ്ങൾ ഓൾമോസ്റ്റ് ടോപ്പിക് വൈസ് കവർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് വീഡിയോസ് നല്ലപോലെ കണ്ട് ലാസ്റ്റ് നിമിഷം കയറി നിങ്ങൾ റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ കാണാനും എടുക്കാനും ഇരുന്നാൽ നിങ്ങൾക്ക് സമയം തികയാത്തതുപോലെയും നോട്ട് ചെയ്ത് തീർക്കാത്ത പോലെയൊക്കെ തോന്നും. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങണം എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിന്റെ പേപ്പറിനൊക്കെ. അപ്പൊ ആ രീതിയിലും അതൊന്ന് നോക്കി സെറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ഇതൊരു അഡ്വൈസ് പാനലാണ്. എങ്ങനെയാണ് നിങ്ങൾ ടൈം റൺ ഔട്ട് ചെയ്യാതെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഫോർമുലയും യൂണിറ്റ്സും ഇതൊക്കെ
നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ പോകുന്നതിന്റെ കൂട്ടത്തില് എല്ലാ സർക്യൂട്ടിന്റെയും കൂടെ ഒരു അഡ്ജോയിനിങ് ആയിട്ട് ഡയഗ്രാം കൂടെ പഠിച്ചു വെക്കുക. ഒരു സർക്യൂട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിവൈസ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മിനിയേച്ചർ ഡയഗ്രാം ഉണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം. ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അതിന്റെ ആർക്കിടെക്ചർ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷനിൽ നോക്കുമ്പോഴത്തേക്കും മിക്കതും 100 അല്ലെങ്കിൽ മീഡിയം പ്രോബബിലിറ്റിയിലാണ് വരുന്നത്. ലോ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാലും ഇതും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സോളാർ സെല്ലിന്റെ എഫിഷ്യൻസി, ബാൻഡ് ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത്, മോസ്ഫെറ്റിന്റെ എൻഹാൻസ്മെന്റ്, ഡിപ്ലീഷൻ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഒന്നും നോക്കിയിട്ടില്ലാത്തൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ യു ഗോ ഫോർ ദിസ് ടോപ്പിക് പ്രോബബിലിറ്റി ടേബിൾ, ടേക്ക് ഇറ്റ് ഡൗൺ, ടോപ്പിക് വൈസ് നോക്കുക. ആ ടോപ്പിക്കിനകത്ത് വരുന്ന എന്തൊക്കെയാണ്, നിങ്ങൾ ഹൈ, മീഡിയം, ലോ ഒന്നും നോക്കണ്ട. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്കും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ഓരോ ടോപ്പിക്കും, പ്രിസിഷൻ റെക്ടിഫയറും ഇപ്പൊ ലോ പ്രോബബിലിറ്റി എന്ന് കാണിക്കുമ്പോൾ അതിന്റെ ചാൻസസ് കുറവാണ്. ബട്ട് സ്റ്റിൽ യു ഗോ ഫോർ ദാറ്റ്. അത് ഇൻ കേസ് അത് ചോദിച്ചാൽ നമുക്ക് ഇനി അതൊരു ബുദ്ധിമുട്ടായിട്ട് വരരുതല്ലോ. അപ്പം എങ്ങനെയാണ് അതിന്റെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, കുറവ് ചോദിക്കുന്നത്, അങ്ങനെയുള്ള ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ പവർ ഡയോഡ് സ്വിച്ചിങ്, UJT റിലാക്സേഷൻ, പിന്നെ അതുപോലെ PLL, DAC, ADC അങ്ങനത്തെ കുറച്ച് അതിന്റെ ആ ഒരു പവർ ഡയോഡിന്റെ കാര്യങ്ങള്. പിന്നെ നമ്മുടെ മൈക്രോ പ്രൊസസർ, മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന 8051 8085 അതിന്റെ കോർ ആയിട്ടുള്ള 1 പേജ് കമ്പാരിസൺ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ആ കമ്പാരിസൺ നോക്കി വെച്ചോളൂ കേട്ടോ, ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ മീഡിയം പ്രയോറിറ്റിയിലുള്ളതും നിങ്ങൾ ഇതിനെല്ലാം നമ്മുടെ ESTയും HP നല്ലപോലെ ഒന്ന് ഇതാക്കുക. HP നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും ഏതൊക്കെ ടോപ്പിക് പഠിക്കാനുണ്ടെന്ന്. എന്നിട്ട് അതിന്റെ ഓരോന്നിന്റെയും 5 മാർക്ക് 5 മാർക്ക് വെച്ചിട്ട് പഠിക്കാനായിട്ട് നോക്കുക, നല്ലതാണ്. CMRR റേഷ്യോ, നമ്മുടെ കമ്പാരറ്റേഴ്സിന്റെ ഷ്മിറ്റ് ട്രിഗറിന്റെ ഒക്കെ CMRR റേഷ്യോ കാര്യങ്ങളും. ഇതാണ് നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇസ് കമ്പൽസറി. 2 to 5 എനി 3 ക്വസ്റ്റ്യൻസ് നോക്കാം. യൂസ് നീറ്റ് ലേബൽ ഡയഗ്രാംസ് വെറെവർ ഇറ്റ് ഇസ് അപ്ലിക്കബിൾ. 2 അവറിന്റെ പേപ്പറാണ്, 50 മാർക്സ് ആണുള്ളത്. മാർക്സ് ആർ ഇൻഡിക്കേറ്റഡ് അഗേൻസ്റ്റ് ഈച്ച് പാർട്ട്. സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സ് ആർ പെർമിറ്റഡ്. ഇതിൽ കാൽക്കുലേറ്റർ പെർമിറ്റഡ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് ഇതാണ്, ഷോർട്ട് ആൻസർ ആണ്. Define the reverse recovery time of a power diode and state its significance. State 2 essential differences between microprocessor and microcontroller. Write the Barkhausen criteria for sustained oscillations. Define the CMRR and slew rate for an op-amp. State what is meant by the log range and capture range. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസിൽ ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം ഒരു ഷോർട്ട് ആൻസർ വേണ്ട, ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള രീതിയിൽ പഠിച്ചോളൂ. ഇതിനിപ്പോ മറ്റേ പാർട്ടിൽ ചോദിച്ചാൽ നമുക്ക് എഴുതാലോ. അപ്പൊ നിങ്ങൾ അത് പഠിക്കുമ്പോൾ ആ രീതിയിൽ പഠിക്കുക. എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ 2 മാർക്സിനുള്ളത് നോക്കിയാൽ മതി. ഡിഫൈൻ ദ സ്റ്റെപ്പ് സൈസ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് DAC. മെൻഷൻ 2 physical features of a UJT. State the role of RC coupling in CE amplifier. Give 1 application of SMPS in regulated power supplies. Name any 2 registers of 8085. ഇപ്പൊ ഇത് നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യാം. കുഴപ്പമില്ല, ടഫായിട്ട് തന്നെ ഇട്ടിരിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിട്ട് തന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് വരും. ഇത്രയും ടഫ് ആയിരിക്കില്ല നിങ്ങളുടെ ഒറിജിനൽ പേപ്പർ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഡയറക്റ്റ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ടാവുക. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ UJT മൊത്തത്തിൽ പഠിക്കുമ്പോഴത്തേക്കും ഒരു ടിപ്പിക്കൽ ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ എടുത്ത് ചോദിച്ചാൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിന്ന് വരും. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ഏതെങ്കിലും എന്താ പറയാ, ക്വസ്റ്റ്യൻ നമ്പർ 2, 3 തുടങ്ങിയെന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. Explain the structure and operation of a power diode under forward and reverse bias conditions. Discuss the factors influencing the reverse recovery and their impact on the converter performance. അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇതിൽ A പാർട്ടും B പാർട്ടും അറിയെങ്കിൽ മാത്രം ആദ്യം ഇത് ചാടി പോയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കും. കാരണം 10 മാർക്ക് കിട്ടുന്ന പരിപാടിയാണ്. അപ്പൊ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എല്ലാ പാർട്ടും അറിയെങ്കിൽ ആദ്യം അത് എഴുതി പോവാം. ഇനി അതല്ല എല്ലാത്തിലും ഇതുപോലെ പകുതി അറിയുള്ളൂ വെച്ചാൽ ഏറ്റവും കൂടുതൽ അറിയുന്ന ഏതാണോ അത് പോയിട്ട് അറ്റൻഡ് ചെയ്യാം. ഡിസൈൻ ആൻഡ് ഡിഫൈൻ ദ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. കണ്ട, വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഒക്കെ വെരി ഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. ഓസിലേറ്ററിന് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അതിന്റെ ഫ്രീക്വൻസി, കണ്ടീഷൻ ഫോർ ഓസിലേഷൻ, പിന്നെ പ്രാക്ടിക്കൽ മെത്തഡ് ഫോർ ആംപ്ലിറ്റ്യൂഡ് സ്റ്റെബിലൈസേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പിന്നെ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഫേസ് ലോക്ക് ലൂപ്പ്.
PLL and define the lock and capture ranges. Illustrate two distinct applications of PLL in analog or digital systems with brief functional block descriptions. With a neat block diagram, explain the bus multiplexing in 8085 and the role of control signals. ഇത് ആർക്കിടെക്ചറിൽ വരുന്നതാണ്. അതിന്റെ ഒരു സൈഡ് പാർട്ടാണ്. ആർക്കിടെക്ചർ മൊത്തത്തിൽ അറിയാവുന്ന ഒരാൾക്ക് ഇത് എഴുതാനായിട്ട് പറ്റും. 8085ന്റെ 8085ന്റെ പിന്നെ മറ്റേതിന്റെയും ആർക്കിടെക്ചർ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് ആർക്കിടെക്ചർ പഠിച്ചു വെക്കാനായിട്ട്. അതിനെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. പിന്നെ സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ഇനി 3 ക്വസ്റ്റ്യൻസ് ആണ്. Explain the construction and modes of MOSFET. Compare the enhancement and depletion modes with suitable transfer characteristics. MOSFETന്റെ തന്നെ 2 പാർട്ടായിട്ട് ചോദിച്ചിരിക്കണമെന്നേ ഉള്ളൂ. MOSFET പഠിച്ച ആൾക്ക് ഇതും കൂടെ എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ draw a RC coupled CE amplifier. Indicate all the coupling bypass components and state the function of each. Sketch the midband gain definition and comment on the high frequency role of amplifiers എന്ന് വന്നിട്ടുള്ള അത് RC coupled CE ആംപ്ലിഫയർ എന്ന് വന്നിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ CMRR റേഷ്യോ, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, പിന്നെ ഷ്മിറ്റ് ട്രിഗർ, അത് മിക്സ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് CMRRന്റെ ആ ഒരു പോർഷൻ എന്ന്, പിന്നെ ഷ്മിറ്റ് ട്രിഗർ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ സെനർ ഷണ്ട് റെഗുലേറ്റർ, പിന്നെ അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ദ ഫോൾ ബാക്ക് കറന്റ് ലിമിറ്റിംഗ് ഇൻ എ സീരീസ് റെഗുലേറ്റർ വിത്ത് ലേബൽഡ് സ്കെച്ച്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഡിസ്റ്റിംഗ്വിഷ് ദ മൈക്രോ പി, മൈക്രോ സി ആൻഡ് മൈക്രോ കമ്പ്യൂട്ടർ വിത്ത് കൺസൈസ് കമ്പാരിസൺ ടേബിൾ. അത് ആ മറ്റേ ലാസ്റ്റ് ബ്ലോക്ക് 5 എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ലൈക് ബുദ്ധിമുട്ടുണ്ട്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്കൊരു മെറ്റീരിയൽ സപ്പോർട്ട് ഇല്ലാത്തത് പഠിച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ബട്ട് റെക്കോർഡഡ് വീഡിയോസ് നന്നായി കാണാം. റെക്കോർഡഡ് വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്ന് ESTയും കൂടെ റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അൺലെസ് ആൻഡ് അൺടിൽ യു ഹാവ് എൻ ആംപിൾ നോളജ് അബൌട്ട് ഓൾ ദ ടോപ്പിക്സ്. എല്ലാ ടോപ്പിക്സ് എന്നും പറയുന്നില്ല. ഇപ്പൊ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് പഠിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കീ ഫീച്ചേഴ്സ് ഇല്ലേ, അത് മൊത്തത്തിൽ പഠിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ടോപ്പിക് പ്രോബബിലിറ്റിയുടെ ആ ഒരു ടേബിളും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഫസ്റ്റ് നമ്മൾ സിലബസ് മാപ്പിംഗിന്റെ ടേബിൾ കാണിച്ചില്ലേ, അതിന്റെ ടോപ്പിക്സ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും സ്ട്രാറ്റജിക്കലി പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ ഈ ഡിസംബറിൽ ഇലക്ട്രോണിക്സ് എക്സാം എഴുതുന്ന എന്റെ എല്ലാ ലേണേഴ്സിനും ഫ്രം മൈ പാർട്ട് ആൻഡ് ലേൺ വൈസ് ഒരു ഓൾ ദി ബെസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. സോ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. സോ താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.